സാഗ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇന്ന് വിശ്വപ്രസിദ്ധമായ അൽപ്പശി ആറാട്ടുത്സവമാണ്. ആറാട്ടുത്സവത്തിൻ്റെ സമാപന ചടങ്ങുകൾ ആറാട്ട് ഘോഷയാത്ര അല്പസമയത്തിനകം ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഒരു 4:30 ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ ചരിത്ര പ്രാധാന്യത്തോടു കൂടിയുള്ള അൽപ്പശി ഉത്സവത്തിൻ്റെ ആറാട്ട് ഘോഷയാത്രയാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകാൻ പോകുന്നത്. ഏറ്റവും വളരെ ഗംഭീരമായിട്ട് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഓരോ മനസ്സുകളും ഇവിടെ വന്നിരിക്കുന്ന ഓരോ കണ്ണുകളും ശ്രീ സ്വാമിയെ വരവേൽക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ജനമനസ്സുകൾ ഓരോന്നും ഈ ഉത്സവത്തിനോട് ഇഴുകിച്ചേർന്നുകൊണ്ട്, ഈ മനോഹര കാഴ്ചയോട് ലയിച്ചു ചേർന്നുകൊണ്ട് ഭക്തി സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, വർഷത്തിലെ 2 ഉത്സവമാണ് അൽപ്പശി മഹോത്സവവും പൈങ്കുനി മഹോത്സവവും. ശ്രീ പത്മനാഭസ്വാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇതിനോടനുബന്ധിച്ചുണ്ട്. ഇന്നലെ പള്ളിവേട്ടയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് ആറാട്ട് ഘോഷയാത്രയാണ്. അതിൻ്റെ ചടങ്ങുകളിലേക്ക്, അതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കും പോകും. ലോകത്തിലെ ഏക ഇടത്തിലാണ് വിമാനത്താവളത്തിൻ്റെ റൺവേ ഒരു ആറാട്ടിൻ്റെ ഘോഷയാത്രയുടെ ഭാഗമായി അടച്ചിടുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം അത്ര മനോഹരവും അത്രയ്ക്ക് ചരിത്ര പ്രാധാന്യവുമുള്ള ചടങ്ങുകളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലേക്ക് അൽപ്പശി ഉത്സവത്തിൻ്റെ ആറാട്ട് ഉത്സവം നടക്കുകയാണ്. അപ്പം ആറാട്ട് നടക്കാൻ പോവുകയാണ്. അപ്പം എന്താണ് പറയാനുള്ളത്? അതെ, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനായ ശ്രീ പത്മനാഭസ്വാമിക്ക് 2 ആറാട്ടുകളാണുള്ളത്. അൽപ്പശി ആറാട്ടും പൈങ്കുനി ആറാട്ടും. അപ്പോൾ ഈ ആറാട്ട് വളരെ നമുക്ക് ഭഗവാന്റെ ആ ഒരു ചൈതന്യം ഇവിടെ നിഴലിക്കുകയാണ്. ഭക്തകോടികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സാക്ഷാൽ ശ്രീ പത്മനാഭൻ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനാണ്. സാക്ഷാൽ ശ്രീ വൈകുണ്ഠമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ ആറാട്ട് ഇവിടെ നിന്നും ഈ പടിഞ്ഞാറേ നടയിൽ നിന്നും ആരംഭിച്ച് ശംഖുമുഖത്താണ് അദ്ദേഹം ആറാടുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു ക്ഷേത്രങ്ങളിലെ ദേവതകളും ഒപ്പം കൂടുന്നുണ്ട്. കൂടി ആറാട്ടാണ് നടക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാത്ത തിരുവനന്തപുരം നിവാസികളില്ലെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഈ ആറാട്ട് ഉത്സവം വളരെ ഗംഭീരമായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ നടക്കട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്തേ. ഇപ്പം വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അൽപ്പശി ഉത്സവത്തിൻ്റെ ആറാട്ട് ഉത്സവമാണ്. ആറാട്ടാണ്. അപ്പം അതിൻ്റെ സമാപന ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് വർഷങ്ങളോളം ഇത് നടത്തി വരുന്നതാണ്. ഭഗവാന്റെ എന്തെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 2 സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു വർഷത്തിലാണ് നടത്തുന്നത്. ഇവിടെ മാത്രമാണ് 2 ഉത്സവം നടക്കുന്നത്. വർഷത്തിൽ 2 ഉത്സവം. ആ ഉത്സവത്തിൽ ഞങ്ങൾ യജ്ഞക്കാരൊക്കെയാണ്. വിഷ്ണു ശാസ്ത്രനാമ യജ്ഞക്കാരുണ്ട്, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇതിൽ കൂടെ. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാഗമാണ്. ഞങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാഗമാണ്. പോരാത്തതിന് യജ്ഞക്കാരാണ്. വിഷ്ണു ശാസ്ത്രനാമത്തിൻ്റെയൊക്കെ യജ്ഞക്കാർ എല്ലാം ഉണ്ട്. ഞങ്ങളിവിടുത്തെ പത്മനാഭൻ്റെ ഉള്ള എല്ലാ കാര്യത്തിനും നമ്മൾ വരാറുണ്ട്. എല്ലാ കാര്യവും. എന്താ ഈ യജ്ഞക്കാർ? യജ്ഞം അന്ന് മോഹൻലാലൊക്കെ വന്ന് ഇത് ചെയ്തില്ലേ, വിളംബരം. അപ്പോൾ ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഇനി അടുത്ത ഉടനെ ഉണ്ട്, 5-ാം തീയതി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് നടത്തുന്നത്, യജ്ഞം പൂർത്തിയാക്കി നടത്തുന്നത്. അപ്പം ഘോഷയാത്ര ഉടൻ തന്നെ ആരംഭിക്കില്ല, 4:30 എന്തോ തുടങ്ങുമെന്നാണ് അറിഞ്ഞത്. ഉടനെ തന്നെ ഘോഷയാത്ര നടക്കും. എത്ര വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെന്ന് വെച്ചാൽ ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. എൻ്റെ അടുത്ത ഒരു 3 കിലോമീറ്ററിന് അപ്പുറത്താണ് ജനിച്ചു വളർന്നത്. അന്ന് മുതൽ ഞങ്ങളിത് കണ്ടു വളരെയാണ്. പത്മനാഭൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ ഭഗവാന് മാത്രമേ അകമ്പടിയുള്ളൂ. ഇത് ഘോഷയാത്രയിൽ പങ്കെടുക്കുമ്പോഴൊരു അനുഭവം എന്താണ്? ഒരു ഭക്തിയോ? ഞാനാണെങ്കിൽ എത്ര കാല് ഒടിഞ്ഞ് കമ്പിയൊക്കെ കിടന്നതാണ്, നടക്കില്ലായിരുന്നു. ഈ പത്മനാഭൻ്റെ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമാണ് നല്ല രീതിയിൽ നടക്കാനും എടുക്കാനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായത്. പത്മനാഭൻ്റെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഭഗവാൻ എനിക്ക് ദൈവം അനുവദിച്ചാൽ
വീണ്ടും നടക്കാൻ. പക്ഷേ അങ്ങ് അറ്റം വരെയും ദൈവം നടക്കാൻ അനുവദിച്ചു. ഈ വർഷവും ദൈവം നടക്കാനായിട്ട് അനുവദിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അങ്ങ് ശംഖുമുഖം വരെ ഉള്ള കാലിൽ കമ്പി കിടക്കുന്ന ഒരു ആക്സിഡൻ്റായി. എന്നാലും കഴിഞ്ഞ വർഷം നടന്നതുപോലെ ഈ പ്രാവശ്യം ദൈവം നടത്തുമെന്നാണ് നല്ല നിശ്ചയം. അപ്പോൾ എനിക്ക് അതിന് ശേഷം നല്ല ഇതായി കാലിന്. അതിലൊരു ഐശ്വര്യം കുടുംബത്തിനുണ്ട്. അത് തന്നെ ഭഗവാന്റെ അതിൽ വന്നതിന് ശേഷമാണ് എനിക്ക് എല്ലാം. ആറാട്ട് ഉത്സവത്തിന് പൈങ്കുനി ഉത്സവത്തിന് വന്നതാണ്. ഇത് എങ്ങനെ എല്ലാ വർഷവും? ഇത് പங்குനിയല്ല, തുലാമാസം. അൽപ്പശി ഇത് ഞാൻ ആറാട്ടിന് വന്നതാണ്. ഇത് തുലാവർഷ ഉത്സവത്തിന് ആറാട്ടിന് വന്നതാണ്. നമ്മുടെ ഈ തിരുവട്ടാറ് ആദികേശവ ക്ഷേത്രവും ഈ ഇവിടുത്തെ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രവും സെയിം ഒരു ദിവസമാണ് ആറാട്ട്. അവിടുത്തെ ആറാട്ട് ആറ്റിലും ഇവിടുത്തെ ആറാട്ട് കടൽ തീരത്തുമാണ്. അതാണ് ഇവിടുത്തെ വിശേഷം. ഇത് പാരമ്പര്യമായിട്ട്, അതായത് കൾച്ചറലായിട്ട് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. ഇത് ഈ സ്വാമി ആറാട്ടിനെ എഴുന്നള്ളുന്നത് ഈ നാട്ടിനും ജനങ്ങൾക്കും എല്ലാവർക്കും. അകമ്പടി സേവിക്കുന്നത് പരശുരാമ ക്ഷേത്രത്തിൽ നിന്നും ഈ ഒരു ഇവിടുത്തെ കൃഷ്ണൻ കോവിലിൽ നിന്നും ശാസ്താം കോവിലിൽ നിന്നും ഒരു ദേവി ക്ഷേത്രത്തിൽ നിന്നും. വരാഹമൂർത്തി വന്ന് മീനത്തിലാണ് വരണത്. അല്ല, തുലാമാസ ആറാട്ടിന് വരാറില്ല. മറ്റുള്ള ദിവസം തുലാമാസം ആറാട്ടിന് പരശുരാമ സ്വാമിയുടെ ശ്രീകൃഷ്ണസ്വാമിയുടെ അകമ്പടി. അവിടെ ആറാട്ട് കഴിഞ്ഞാൽ അവർ ആ ക്ഷേത്രങ്ങൾക്ക് അവിടെ നിന്ന് തിരിക്കുക, മടങ്ങിപ്പോകും. ഇവിടുത്തെ ഇതിന് പത്മനാഭ സ്വാമി മാത്രം ഇങ്ങോട്ട് എഴുന്നള്ളി വരും. എല്ലാ വർഷവും ഇല്ല, ഞാൻ ഈ വർഷമാണ് ആദ്യമായിട്ട്. ഞാൻ തിരുവട്ടാറിൽ നിന്ന് വരണതാണ്. തിരുവട്ടാറിൽ നിന്ന് ഞാൻ ഈ വർഷം ആറാട്ട് കാണണമെന്ന് വന്നതാണ്. ഇല്ല, അവിടെ ഇനി ഇതിന് ശേഷമാണ്. രാത്രി 10 മണിയൊക്കെ ആവും. അപ്പോൾ ഈ ആറാട്ട് കണ്ടു കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകും. അവിടെ കാണാം. ഒരു ദിവസം 2 ആറാട്ട് കാണാം. അൽപ്പശി ഉത്സവത്തോട് ആറാട്ടാണ് നടക്കാൻ പോകുന്നത്. എത്ര മണിക്കാണ് പോകുന്നത്? 5 മണിക്കാണ് പോകുന്നത്. 5 മണിക്കാണ് പോകുന്നത്. എല്ലാ വർഷവും ആ സമയത്ത് ഈ ആറാട്ടോടൊപ്പം തന്നെ നമ്മുടെ ശംഖുമുഖത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ടോ? എല്ലാ വർഷവും ഒന്നുമില്ല, ഞാൻ ഇവിടെ വരാറുണ്ട്. പക്ഷേ ഇപ്പോഴും പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാ വർഷവും വരും. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? ഞാൻ ബംഗാനൂരിൽ നിന്നാണ് വരുന്നത്. അതെ, ബംഗാനൂരാണ്. ഈ വർഷം ആദ്യമായിട്ടല്ലോ? എല്ലാ വർഷവും വരാറില്ലേ? വരാറുണ്ട്, പക്ഷെ പോകുന്നത് ഈ വർഷം ആദ്യമായിട്ടാണ് പോകാൻ തീരുമാനിച്ചത്. കൂടെ നടക്കുന്നത് ഈ വർഷം. അതെ. അൽപ്പശി ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ആറാട്ട് നടക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിലൊരു ചരിത്ര പ്രാധാന്യം? ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ നമ്മുടെ രാജവംശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജകുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണ്. അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തുടങ്ങുന്നത്. പത്മനാഭസ്വാമി അവിടെ ദാസന്മാരായിട്ടാണ് എല്ലാവരെയും കണക്കാക്കുന്നത്. ഏതൊക്കെ വാഹനങ്ങളാണ് അനുബന്ധിച്ച് വരുന്നത്? ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് വാഹനങ്ങൾ വരുന്നത്? തിരുവല്ലം, അരകത്ത്, നമ്മുടെ പാൽക്കുളങ്ങര, ഏതാണ്ട് 6 ക്ഷേത്രങ്ങളാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും പേര് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നില്ല. ഏതായാലും തിരുവല്ലമുണ്ട്, അരകത്തുണ്ട്, പാൽക്കുളങ്ങര, വടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രം, അങ്ങനെ 4 ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടുണ്ട്. പിന്നെയും 2 ക്ഷേത്രങ്ങളുണ്ട്. ഇത് ഘോഷയാത്ര എപ്പോഴാണ്? ഘോഷയാത്ര ഇപ്പം 4:30 മണിക്കാണ് ആരംഭിക്കാറ്. ഇപ്പോൾ ഉടൻ തന്നെ ഇറങ്ങും. 4:45, 5 മണി വരെ ആവത്തില്ല. അതിന് മുമ്പായിട്ട് ഘോഷയാത്ര ആരംഭിക്കും. ആദ്യം രാജകുടുംബം പ്രഥമ സ്ഥാനത്ത് അവർ വരും.
അതിനോടൊപ്പം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണസമിതി, ബാക്കി നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ എല്ലാ സംഘടനകളും. ചേട്ടൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാഗമാണ്? അതെ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. താലൂക്കിൻ്റെയും സെക്രട്ടറിയാണ്, തിരുവനന്തപുരം താലൂക്കിൻ്റെ. നമ്മുടെ ഭാരവാഹികളാണ് ഇവിടെ കൂടെ നിൽക്കുന്ന എല്ലാവരും, ഈ അമ്മമാരും നമ്മുടെ എല്ലാവരും. ക്ഷേത്ര എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്? ഞങ്ങൾ എല്ലാ വർഷവും ഉത്സവത്തിന് ഭഗവാൻ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ സ്വീകരണം കൊടുത്തതിന് ശേഷം ഞങ്ങളും ഭഗവാനെ കമ്പടി അനുവദിച്ച് കൂടെ പോയി തിരിച്ചു വരും. ആറാട്ടിനോടൊപ്പം സഞ്ചരിക്കാറുണ്ട്? ആറാട്ടിനോടൊപ്പം സഞ്ചരിക്കാറുണ്ട്. ഒരു വർഷം 2 ആറാട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. നമ്മുടെ ലോകത്തിൽ ഒരേ ഒരു റൺവേ ആണ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അടച്ചിടുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു വളരെ പ്രൗഢമായി അതിനകത്തൂടെ പോകുന്ന സമയത്ത് എന്താ തോന്നിയിട്ടുള്ളത്? ലോകത്ത് അപൂർവമായൊരു കാര്യമാണത്. അത് നമുക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. കാരണം ക്ഷേത്രത്തിലെന്നല്ല, ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ദിവസം ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് അടച്ചിട്ട്, പൂർണ്ണമായും അടച്ചിട്ടിട്ട് ക്ഷേത്രോത്സവത്തിനായി ആറാട്ടിനായിട്ട് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവ സുന്ദരമായൊരു കാര്യമാണ്. അതിൽ ആ ആറാട്ടിനോടൊപ്പം നമുക്ക് പോകാൻ കഴിയുന്നത് ഏറ്റവും സൗഭാഗ്യകരമായൊരു കാര്യമാണ്. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അത് സാധിക്കുന്നു. എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഇത് നമ്മുടെ ഉത്സവം മീൻസ് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം ഈ ആറാട്ടിന് കൂടെ പോകാനും പള്ളിവേട്ടയ്ക്ക് കൂടെ പോകാനും ഭഗവാന്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാനും ഭഗവാന്റെ ശീവേലി കണ്ട് തൊഴാനും എല്ലാം ഉള്ളൊരു സൗഭാഗ്യം തന്നിട്ടുണ്ട്. അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്.
Krishna Hare 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 Rama 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 Hare 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 നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.